മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, ബുധൻ കർക്കടകം രാശിയിലും, സൂര്യൻ ചിങ്ങം രാശിയിലും, ശുക്രനും കേതുവും കന്നി രാശിയിലും, ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ 4 ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ 23 ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. സെപ്റ്റംബർ 16 സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18 തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 8-ാം ഭാവമായ മിഥുനത്തിലാണ്. 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശുഭഫലങ്ങൾ നൽകുന്നതല്ല. പക്ഷേ ചൊവ്വ നിങ്ങളുടെ 6-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം ചൊവ്വ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഈ സമയത്ത് 8-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 6ഉം 8ഉം ഭാവങ്ങൾ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ മാസം വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ൽ നിൽക്കുന്ന ഗുരു നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. പരീക്ഷകളുണ്ടെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതാണ്. ഒരു ചെറിയ പ്രശ്നമുള്ളത് 5-ൽ നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് പഠനത്തിൽ അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യം ശ്രദ്ധിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ഗുരു ശുഭസ്ഥിതിയിലായതിനാൽ ഈ പ്രശ്നങ്ങൾ വന്ന പോലെ തന്നെ പോകുന്നതുമായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഇത് ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിരാശിയാണ്. സെപ്റ്റംബർ 18 ശുക്രൻ തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. കാരണം ആദ്യം ശുക്രൻ നീചസ്ഥാനത്ത് കേതുവിനോടൊപ്പവും പിന്നീട് 12-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. എങ്കിലും ഗുരു 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും. എത്ര പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായാലും അത് അതിര് കവിയുവാൻ ഗുരു അനുവദിക്കുന്നതല്ലായിരിക്കും.
അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. 9-ാം ഭാവമാണ് ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വൃശ്ചികം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിൽ പൊതുവെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്കിലും ഈ മാസം ബുധാദിത്യ യോഗം നടക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി സ്വരാശിയിലും അതിനുശേഷം ലാഭസ്ഥാനത്തുമായിരിക്കും നിൽക്കുന്നത്. സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും, പ്രത്യേകിച്ചും സെപ്റ്റംബർ 16-ാം തീയതിക്കുള്ളിൽ. ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് വളരെ നല്ല സമയമായിരിക്കും, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകുവാൻ ചാൻസുകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ചും സെപ്റ്റംബർ 18-ാം തീയതി വരെ. അതിനുശേഷം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ മാസം ഏത് കാര്യവും ധൃതി പിടിക്കാതെ സാവകാശവും നല്ല ശ്രദ്ധയോടെയും വേണം ചെയ്യുവാൻ. ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.